ജെറുസലേം. വേണ്ട വേണ്ട, കളിച്ചോ, നീയൊന്നും നന്നാകാൻ പോകുന്നില്ല. എടാ, ഈ സമയത്ത് 4 അക്ഷരം പഠിച്ചാല് നിന്റെ ഒക്കെ ഫ്യൂച്ചർ നന്നാവും. എന്ത് ഫ്യൂച്ചർ? മനുഷ്യജീവന് എന്ത് വരാ? ഇവിടെ ഈ നിമിഷം ഇതാണ് നമ്മുടെ ജീവിതം. We must enjoy it. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടല്ലോ, അവരോട് ഞാൻ പറഞ്ഞോളാം. വേണ്ട, ഒന്ന് വാങ്ങിയേട്ടാ. ഇതെല്ലാം എന്റെ അമ്മച്ചി ഉണ്ടാക്കിയതാ. ഇത് വിറ്റിട്ട് വേണം എന്റെ അമ്മച്ചിക്ക് മരുന്ന് വാങ്ങാൻ. ഇതല്ലാതെ വേറെ എന്താ നിന്റെ ഉള്ള? വേറെ എന്റെ കയ്യിൽ കൊന്തയുണ്ട്. ഇതും എന്റെ അമ്മച്ചി ഉണ്ടാക്കിയതാ. ഇതെന്താ? എടാ, ഇത് കൊന്തയാ. ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഇത് ഉപയോഗിച്ചാ പ്രാർത്ഥിക്കണം. ഓ, എന്തായാലും ഇതെന്റെ കഴുത്തേ കിടന്നോട്ടെ. എടാ, നിന്റെ പേരെന്താ? ഡൊമിനിക്. എടാ ഡൊമിനിക്കേ, നീ ആ കടയിൽ പോയിട്ട് 2 സിഗരറ്റ് മേടിച്ചോണ്ടോ? സിഗരറ്റോ? സിഗരറ്റും ബീഡിയൊക്കെ ചീത്ത സാധനങ്ങളാണ് എന്റെ അമ്മച്ചി പറഞ്ഞേക്കുന്നത്. ഞാൻ അതൊന്നും വാങ്ങൂല. നീ വാങ്ങിച്ചോണ്ട് വന്നാൽ ഞാൻ എനിക്ക് ഈ പൈസ തരാം. വേണ്ട, എനിക്ക് വേണ്ട. ഞാൻ പോവാ. കുട്ടികളുടെ മാർക്സ് ഒക്കെ കണ്ടില്ലേ? മിക്ക വിഷയങ്ങൾക്കും പാസ് മാർക്ക് പോലും കിട്ടിയിട്ടില്ല. എല്ലാവരും എന്താ ചെയ്യുന്നത്? മൊബൈലിന് മുമ്പിൽ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുക. പിന്നെ എങ്ങനെ ശരിയാവും? They don't know how to communicate with others and even build up relationships. എന്റെ സാറേ, ഞങ്ങൾ പറഞ്ഞു മടുത്തു. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളോട് ദേഷ്യപ്പെടും. പിന്നെ ഭക്ഷണം കഴിക്കില്ല, മുറി അടച്ച് അവിടെ ഇരിക്കും. ഇവര് നന്നാകാൻ നമുക്ക് ഉപദേശിക്കാം, വഴക്ക് പറയാം, പ്രാർത്ഥിക്കാം. പക്ഷെ ഇതിലും അപ്പുറം എന്തെങ്കിലും ഒന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ മാത്രമേ അവർക്ക് മാറ്റം ഉണ്ടാകൂ. ഇല്ല. ചേട്ടൻ എന്തിനെ വിഷമിച്ചിരിക്കണേ? അറിയില്ല, ആകെ ഒരു നിരാശ. ചേട്ടാ, എന്റെ അമ്മച്ചി പറഞ്ഞിരിക്കുന്നത് സങ്കടവും വിഷമൊക്കെ വരുമ്പോ ഈ കൊന്നെടുത്ത് പ്രാർത്ഥിച്ചാൽ മതി, അപ്പൊ എല്ലാം മാറുന്നു. അതിന് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലല്ലോ. ഞാൻ പഠിപ്പിച്ചു തരാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. നിൽക്ക്, ഞാനൊന്ന് റെക്കോർഡ് ചെയ്യട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ. ആമേൻ. നിന്റെ വീട് എവിടെയാ? എനിക്ക് വീടില്ല. ഞാനും എൻ്റെ അമ്മച്ചി റെയിൽവേ പാലത്തിനടിയിലാണ് താമസിക്കുന്നത്. അവിടെ പഴയ സാധനങ്ങൾ പറിക്കും ഈ പൂക്കൾ വിറ്റൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാ ഞാൻ പോട്ടെ. നിൽക്ക്, ഒരു പൂ എനിക്ക് തന്നേക്ക്. എടാ, ഇന്നലെ ഞാൻ നമ്മുടെ സ്കൂളിലെ പ്രയർ ഗ്രൂപ്പിൽ പോയി. ഇറ്റ് വാസ് അമേസിങ്.
വേസ്റ്റ് ഓഫ് ടൈം. അല്ലടാ, ഇപ്പോൾ എനിക്ക് കൊന്ത ചെല്ലാനൊക്കെ അറിയാം. ഇന്ന് നിങ്ങളെല്ലാവരും കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഹാപ്പൻ ടു യു ബ്രോ? ദേ ഇത് കണ്ടോ, ആ പയ്യനില്ലേ ഡൊമിനിക്, അവൻ തന്നതാ ഈ കൊന്ത. ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. There is something seriously wrong with him. എന്തായാലും ഇന്ന് നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം പ്രയർ ഗ്രൂപ്പിൽ വരണം. ഏയ് ഞങ്ങളില്ല. ഇവന് വേണ്ടി നമുക്കൊന്ന് പോയേക്കാം. Okay, but only for today. എടാ, നീ പറഞ്ഞ സത്യമായിരുന്നു. പ്രാർത്ഥന ഗ്രൂപ്പിൽ പോയതിനു ശേഷം ജീവിതത്തിന് ഒരു നല്ല ചേഞ്ച് ഉണ്ട്. പേഴ്സണലായി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടെ എല്ലാ സബ്ജക്റ്റും നന്നായി മനസ്സിലാകാൻ തുടങ്ങി. അത് ശരിയാ. എടാ, നമ്മൾ ഈ മൊബൈലിന് മുന്നിൽ കുത്തിയിരിക്കുന്ന സമയം കൊണ്ട് ഡൊമിനിക്കിനെ പോലെ ഉള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലോ? എടാ, നമുക്കൊരു ദിവസം അവന്റെ വീട്ടിൽ പോവാ. ഗുഡ് ഐഡിയ. നമുക്ക് സർനെയും കൂടി കൂട്ടാം. പോകാം. അവൻ്റെ അമ്മച്ചി സമ്മതിച്ചാൽ ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവരും എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ കുഞ്ഞനിയനായി. ഡൊമിനിക്കേ, ചേട്ടന്മാരോ? അമ്മച്ചി, അമ്മച്ചി, ദേ ഇത് കണ്ടോ? ഇതാരും വന്നിരിക്കണേ, നോക്കിക്കേ. ആഹാ, നിങ്ങളെല്ലാവരും വന്നോ? ഈ വഴിയരികിൽ നിന്ന് കുഞ്ഞിലേ കിട്ടിയതാ എനിക്കിവനെ. ഈ മുടന്ത് കാല് കണ്ടപ്പോൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞതാവാം ആരെങ്കിലും. അന്നു മുതൽ എനിക്കിവനും ഇവന് ഞാനുമായി ഈ പാലത്തിനടിയിലാ താമസം. ഇനി അമ്മച്ചിയും ഡൊമിനിക്കും ഇവിടെ കഴിയണ്ട, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം. ആ, ഞങ്ങൾ വരാം. ഒരു നിമിഷം. ഇതുവരെ ഫീൽ ചെയ്യാത്ത നല്ല റോസാപ്പൂക്കളുടെ സുഗന്ധം. നിന്റെ അമ്മച്ചി ഞാൻ തന്നെയായിരുന്നു കുഞ്ഞെ. നിങ്ങൾ ഓരോരുത്തരും നിത്യനരകത്തിലേക്ക് പോകാതെ രക്ഷയിലേക്ക് വരാൻ ദൈവം അനാദി മുതലേ തിരഞ്ഞെടുത്തതായിരുന്നു ഡൊമിനിക്കിനെ. ഇവനിലൂടെ നിങ്ങളും, ഇനി നിങ്ങളിലൂടെ അനേകരും സ്വർഗരാജ്യത്തിലേക്ക് വളരണം. അമ്മേ, മാതാവേ, You
മനോഹരമായ സ്കിറ്റില് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്